ഇനിയാണ് കളി തുടങ്ങണ മക്കളെ. ഇവിടുന്ന് ഫുള്ള് സ്വിഫ്റ്റാണ്. ഒന്ന് മുതൽ 5 സ്വിഫ്റ്റ് വരെ നമ്മൾ കാണിക്കുന്നുണ്ടില്ലേ. ഒക്കെ ഏകദേശം ഒരേ കുറഞ്ഞ കിലോമീറ്ററും സിംഗിൾ ഓണർഷിപ്പൊക്കെ വരുന്ന വണ്ടികളാണ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ എത്തിയിട്ടുള്ളത് തളിപ്പറമ്പാണ്. ഇത് കളി വേറെയാണ്. നിങ്ങളോട് നോക്കി വണ്ടികളൊക്കെ നോക്കാം. എന്ത് നല്ല വണ്ടികൾ, മാരുതിയുടെ വണ്ടികൾ, ഹുണ്ടായുടെ വണ്ടി, ടയോട്ടന്റെ വണ്ടി, എല്ലാ വണ്ടികളും 7 സീറ്റർ അടക്കം അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഇനി പ്രേക്ഷകർക്ക് ഓഫർ കിട്ടും നമുക്ക് ചോദിച്ചു നോക്കാം. അതല്ലേ പ്രധാനം. എന്നാ അങ്ങോട്ട് വരി. മൈക്കാർ തളിപ്പറമ്പിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ മൊയ്തുക്കാണ് നമ്മുടെ കൂടെ ഉള്ള മലയാളി വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളെ ഷോപ്പിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയായിരുന്നു? തളിപ്പറമ്പ് ചെറവക്ക് ജംഗ്ഷൻ തന്നെയാണ്. ചെറവക്ക് ഡ്രീം മാളിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ചെറവക്കല്. ഓക്കെ, നമ്മുടെ ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പൊ അവൈലബിൾ ആണ്? ഏകദേശം 30ഓളം വണ്ടികളാണ്. 30ഓളം വണ്ടികളുണ്ട്. ഓക്കെ, ഇപ്പൊ ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം നമ്മുടെ ഇപ്പൊ 1 lakh മുതലുള്ള വണ്ടികളുണ്ട്. സാധാരണക്കാർക്ക് ഒരു ചെറിയ വണ്ടികളുണ്ട്, കൊമേഴ്ഷ്യൽ പർപ്പസിന് 7 സീറ്ററിന്. ഇപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് വണ്ടി? ഓ, തീർച്ചയായും. നമുക്ക് ഇവിടെ ഇല്ലാത്ത വണ്ടികൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് തരും ചെയ്യും കേട്ടോ. അപ്പോൾ വില ഒക്കെ എങ്ങനെയാണ്? മാർക്കറ്റ് റേറ്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? ഓ, തീർച്ചയായും. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ പറയുന്നത്. വണ്ടി കണ്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. പിന്നെ നമ്മുടെ ഷോറൂമിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എന്താ ഗ്യാരണ്ടി ആണോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കാറും കൊടുക്കാറുള്ള. ആക്സിഡന്റ് ഫ്ലഡ് അഫക്റ്റഡ് വണ്ടികളും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വണ്ടികൾ അത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇപ്പൊ വണ്ടിയാണ്, മനുഷ്യ സഹജമാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കസ്റ്റമർ വണ്ടി എടുത്തതിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഫ്ലഡഡ് ആണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുക? അങ്ങനെ വരാൻ അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരില്ല. 100% നമുക്ക് ഗ്യാരണ്ടി ആണ്. ഓക്കെ, അത് നമ്മളെ ഷോറൂം ഗ്യാരണ്ടി ആണ് കേട്ടോ. നമ്മുടെ മലയാള മീഡിയ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രേക്ഷകർ വരികയാണെന്ന് കരുതിക്കോ, എന്താണ് നമുക്ക് ഓഫറായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക? മലയാള മീഡിയയിൽ നിന്ന് വീഡിയോ കണ്ടുവരുന്ന ഏതൊരു കസ്റ്റമർക്കും സ്പെഷ്യൽ ആയിട്ട് ഒരു 10,000 രൂപ ഡിസ്കൗണ്ട്. ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതാണ്. അതുകൊണ്ട് മലയാള മീഡിയന്റെ വീഡിയോ കണ്ടു വരുന്നതാണ് നമുക്ക് ബോധ്യപ്പെടണം കേട്ടോ. അത് പോരെ ഗൈസ്, എല്ലാ വണ്ടി എടുക്കുന്നവർക്കും 10,000 രൂപ ഡിസ്കൗണ്ട് മലയാള മീഡിയയുടെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താലേ മുഖം കണ്ടിട്ട് അത് പോരാ തോന്നുന്നുണ്ട്. ഇക്ക വേറെ എന്തെങ്കിലും കൊടുത്തോരെ? അതുപോലെ എന്നായിക്കോട്ടെ. എന്നാ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊടുക്കാം. എല്ലാ വണ്ടി എടുക്കുന്നത് കസ്റ്റമേഴ്സ് വരുന്നതാണ്. അപ്പൊ മലയാള മീഡിയന്റെ വീഡിയോ കണ്ടു വരുന്നത് നമുക്ക് ബോധ്യപ്പെടണം. അതെ, എന്നാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആരും മറക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം ഓരോ വണ്ടികളായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു റിഡ്സ് പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും, മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനം കൂടിയാണല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2015 മോഡൽ VXi വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറയല്ലേ നമുക്ക്? അതെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ തൊട്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വാഹനമാണ്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 4,10 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. അതിനെന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ കസ്റ്റമർ ചെയ്ത് കൊടുക്കും. പിന്നെ മാക്സിമം ലോൺ ചെയ്തൂടെ? ആ, ലോൺ ഒരു 3,25, 3,50 വരെ 3,50 വരെ ലോണും കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഒരു ഫാമിലി പർപ്പസിന് അതുപോലെ തന്നെ ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ് കിഡ് ഓട്ടോമാറ്റിക്കില്ലേ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ലേഡീസിനൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡലാണ്. 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. RXT വേരിയന്റിൽ 1 ലിറ്റർ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് ആണ്. AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലേ. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ? 43,000 കമ്പനി സർവീസ് അവൈലബിൾ അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയറും കൂടിയാണ് കേട്ടോ. എത്രയാണ് അപ്പോൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത്? പ്രൈസ് 3,75,000 രൂപ. 3,75,000 കൊടുക്കാം അല്ലേ, ഓട്ടോമാറ്റിക് വണ്ടി. അപ്പോൾ അതിൽ മാക്സിമം ലോൺ ചെയ്തൂടെ? ചെയ്യാൻ പറ്റും, ഒരു 80% ലോൺ. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി വാഗനർ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡൽ VXi വേരിയന്റുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 80,000 കിലോമീറ്റർ സർവീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ വണ്ടിയിൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ലല്ലോ. നല്ല അടിപൊളി 80% വരുന്ന ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഒക്കെ വരുന്ന വാഹനമല്ലേ, VXiക്ക് വരുന്നതാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വന്ന വാഹനമാണ് കേട്ടോ. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 3,50 ആണ്. 3,50 കൊടുക്കാം. ഇപ്പോൾ ലോൺ മാക്സിമം ചെയ്തൂടെ? മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. 80% ലോണും ചെയ്യാൻ വാഹനമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു റിഡ്സ് പരിചയപ്പെടാം. ഡീസൽ ഇട്ട്, നേരത്തെ പെട്രോൾ ആണ് പറഞ്ഞത്, ഡീസലിൽ വൈറ്റ് കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് റിഡ്സ് VDI വേരിയന്റിൽ വരുന്നതാണ്. 2013 മോഡൽ. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ ഒരു 79,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓണർഷിപ്പോ
ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറിൽ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ ഇനി? എഞ്ചിനൊക്കെ പക്കയല്ലേ? എ സി ഒക്കെ പക്ക, കൂളിംഗ് വരുന്ന വാഹനമാണ്. വലിയ നല്ല തിരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വന്ന വാഹനമാണ് കേട്ടോ. ടയർ ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല സ്റ്റിയറിംഗ് നല്ല അടിപൊളി സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം കേട്ടോ. ഇതിനിപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇതിന് 3.50. 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തൂടെ? ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല, എല്ലാം നെഗോഷ്യബിൾ റേറ്റ് ആണ്. അപ്പം നല്ലൊരു അടിപൊളി ഹുണ്ടായി ഇയോൺ പരിചയപ്പെടാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള, യാത്രാ കംഫർട്ടുള്ള ഒരു വണ്ടിയില്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് വരും. ഇത് 2018 മോഡൽ മാഗ്ന പ്ലസ് വേരിയന്റുകളാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വാഹനമാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലേ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ടയർ ഒരു ആവറേജ് ടയർ വരുന്നൊന്നുമില്ലേ? ഓക്കെ. നല്ല അടിപൊളി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ഇൻബിൽഡ് ഫീച്ചേഴ്സും എല്ലാം വരുന്ന വാഹനമാണ് കേട്ടോ. ഓക്കെ. ഇതിന് ഏകദേശം എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 2.90 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 2.90 കൊടുക്കുക. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊടുക്കുക അല്ലേ? സിംഗിൾ ഓണർ വണ്ടി ഒന്ന് 2.90 കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതും വലിയ കിലോമീറ്റർ ഒന്നും ഓടാത്ത വാഹനമാണ് കേട്ടോ. മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കും. 2.50 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു 40,000 രൂപ കാണുകയാണെങ്കിൽ സുഖമായിട്ടൊരു അടിപൊളി ഒരു ഇയോൺ സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആൾട്ടോൺ ഇത് എല്ലാവരും എൻക്വയറി ചെയ്യുന്ന വാഹനമാണ്. ചെറിയ റേറ്റിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരും? ഇത് 2012 മോഡലാണ്. 1,08,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. LXI വേരിയന്റ് ആണ്. LXI 1,08,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ ചോദിക്കാൻ പറ്റും ഇതിന്? ഓണർഷിപ്പ് അധികമായിട്ടുള്ള സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ ആണല്ലേ? ഓക്കെ. സാധാരണ ഈ ലെവലിൽ വരുന്ന ആൾട്ടോക്ക് ഏകദേശം ഒരു തേർഡ് ഓണർ, നാലാമത്തെ എന്തായാലും ആയിട്ടുണ്ടാവും. സെക്കൻഡ് ഓണറിൽ വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. പക്കാ വണ്ടി കേട്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ വണ്ടികൾക്കും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇപ്പോൾ പഴയ മോഡൽ ആൾട്ടോ ആയാൽ പോലും വലിയ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയല്ലേ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ആ ഒരു പക്കാ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്ര നമ്മൾ ഇതിനെ ആസ്ക് ചെയ്യണേ? ഇതിന് 1,60,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 1.60 കൊടുക്കാം. 1.60 നല്ല ക്വാളിറ്റി വണ്ടി സ്വന്തമാക്കാം. ഇതിന് മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കുമോ? 1 lakh വരെ ചെയ്യാം. 1 lakh വരെ ചെയ്യാം കേട്ടോ. പഴയ വണ്ടി ആയതുകൊണ്ടാണ്. എന്നൊരു 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു നല്ലൊരു ആൾട്ടോ സ്വന്തമാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പുതിയ മോഡൽ ആൾട്ടോ പരിചയപ്പെടാം. ഇത് കണ്ണൂർ വണ്ടി തന്നെയാണല്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡലാണ്. LXI വേരിയന്റിലുള്ളത്. 37,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ വാഹനമാണ് കേട്ടോ. നല്ല അടിപൊളി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും ആ സീറ്റുമുള്ള പുതിയ കവർ പോലും അയച്ചിട്ടില്ല അല്ലേ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? അപ്പോൾ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 3,70,000 രൂപയാണ്. 3,70,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തുകൂടെ ഇതിനൊക്കെ? ചെയ്യാം. മാക്സിമം ലോൺ 80-90% ലോണും കയറുന്ന വാഹനമാണ് കേട്ടോ. ആൾട്ടോ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? 2014 മോഡലാണ്. LXI 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ വെറും 45,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ആൾട്ടോ ആണ് കേട്ടോ. സ്പോയിലറും കാര്യങ്ങളൊക്കെ വെച്ച വണ്ടിയാണ്. സീറ്റ് കവർ ആയാലും നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതിന് നമ്മൾ ഏകദേശം എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ലോ കിലോമീറ്ററും ഹൈ ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. 2,40,000 രൂപ. അത് വലിയ കൂടുതലൊന്നല്ല, ചെറുതായിട്ട് വണ്ടീന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. സിംഗിൾ ഓണർ അല്ലേ. എന്തായാലും നല്ല പാർട്ടി എന്നാൽ കൊടുക്കാൻ പറ്റുക, വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു i20 പരിചയപ്പെടാം. അത് പെട്രോളോ ഡീസലോ? അതാണ് ആദ്യം ചോദിക്കുന്നത്. പെട്രോളാണ്. 2020 മോഡൽ. 20 മോഡൽ അല്ലേ? ഓക്കെ. അപ്പോൾ പെട്രോൾ ആയതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ കുറച്ച് മൈലേജ് എന്നാൽ ആവറേജ് മൈലേജ് കിട്ടും. 14-15 വരെയൊക്കെ കിട്ടും. സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 15 എന്തായാലും കിട്ടുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 31,000 കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സ്പോർട്സ് പ്ലസ് വേരിയന്റ് ആണ്. സ്പോർട്സ് പ്ലസ് ആയതുകൊണ്ട് തന്നെ അലോയ്സ് കാര്യങ്ങൾ, നാവിഗേഷൻ, സ്റ്റീരിയോ അങ്ങനെയൊക്കെ വരും. എല്ലാം വരുന്ന സ്പോർട്സ് പ്ലസ് ആണ് വരുന്നത്. മിറർ ഫോൾഡിങ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടയർ ഒരു 80% ടയറൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇൻറ്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ തന്നെ എക്സ്റ്റീരിയർ കാണേണ്ട പോലെ തന്നെ നല്ല ക്വാളിറ്റി ഇൻറ്റീരിയർ തന്നെയാണ്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയല്ലേ? ഗ്യാരണ്ടി കൊടുക്കാം. എത്രയാണ് ഇപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 6,95,000 രൂപ. 6,95,000 കൊടുക്കാം. ഏകദേശം എത്ര ലോൺ ചെയ്യാം? നമുക്ക് 6 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 7 ലക്ഷം ഇൻഷുറൻസ് IDV ഉണ്ട്. അപ്പോൾ 6 ലക്ഷം രൂപയുടെ ലോൺ ചെയ്യാൻ സാധിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇനിയാണ് കളി തുടങ്ങണ മക്കളെ. ഇവിടുന്ന് ഫുള്ള് സ്വിഫ്റ്റാണ്. ഒന്ന് മുതൽ 5 സ്വിഫ്റ്റ് വരെ നമ്മൾ കാണിക്കുന്നുണ്ടില്ലേ. ഒക്കെ ഏകദേശം ഒരേ കുറഞ്ഞ കിലോമീറ്ററും സിംഗിൾ ഓണർഷിപ്പൊക്കെ വരുന്ന വണ്ടികളാണ്. ഫുള്ള് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിഫ്റ്റുകളാണ്. നമുക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങാം അല്ലേ. നല്ല കണ്ണൂർ രജിസ്റ്റേർഡ് സ്വിഫ്റ്റ്.
ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് എങ്ങനെ? ഇത് 2015 മോഡലാണ്, VXi വേരിയന്റ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു 80,000 ഓടിയിട്ടുള്ളൂ VXi. അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി പറയാല്ലേ? ഫ്ലഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. ടയറൊക്കെ ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? അതെ അതെ, അവൈലബിൾ ആണ്. നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ, ഒന്നും നോക്കാനൊന്നുമില്ല. ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അടിപൊളി സീറ്റ് കവർ തൊട്ട് എല്ലാ സംഭവങ്ങളും കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ വാഹനത്തിന് എത്രയാണ് ചോദിക്കണേ? നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 470. 470 കൊടുക്കാം. എത്ര ലോൺ ചെയ്യാൻ? നമുക്കൊരു 375 ലോൺ ചെയ്യാം. 375 വരെ ലോണും ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി വാഹനം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. നല്ല അടിപൊളി തരക്കേടില്ലാത്ത വണ്ടി. ഇതിന് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2017 മോഡൽ VXi ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ബാക്കിയൊക്കെ പക്ക. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓക്കെ, നല്ല അടിപൊളി ഗ്രില്ലൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ല. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ബോഡി, നല്ല അടിപൊളി വാഹനം തന്നെയാണ്. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഫ്രഷ് സീറ്റ് കവർ തന്നെയാണ്. ഓക്കെ, ഇതിന് ഏകദേശം എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 560. 560 കൊടുക്കാം. എത്ര ലോൺ ചെയ്യാൻ? നമുക്ക് ഏകദേശം ഒരു 450, 475 വരെ മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വേറൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇതിൻ്റെ നല്ല അടിപൊളി DRലൊക്കെ വെച്ച വാഹനമാണ്. ഈ DRലൊക്കെ വർക്കിംഗ് അല്ലേ? അതെ, വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരെ? ഇത് 2017 മോഡൽ VXi വേരിയന്റിലുള്ള വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലേ? നല്ല തരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഒരു 80%, 90% ഫ്രണ്ടിൽ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളി സ്വിഫ്റ്റിൻ്റെ എംബ്ലമുള്ള സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്ത വാഹനമാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല അടിപൊളി കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഓക്കെ, എത്രയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ? ആ വണ്ടിക്കും സെയിം ആണ്, 560 തന്നെയാണ് ആസ്ക് ചെയ്യുന്നത്. ഇതും ലോൺ ചെയ്യാം? 80% 80% ലോണും ചെയ്യാൻ പറ്റിയ വാഹനം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് ആണത്. ആ, അത്യാവശ്യം കുറഞ്ഞ ഓട്ടോ ഓടിയുള്ള ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതുപോലെ തന്നെ ഇതും 2017 മോഡൽ VXi ഓപ്ഷനുള്ള വണ്ടിയാണ്. VXi O ആണ് വേരിയന്റ് വരുന്നത്. എക്സ്ട്രാ വരുന്നത് 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന് ഡുവൽ എയർ ബാഗ് വരും. ഡുവൽ എയർ ബാഗ്. പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. വെറും 40,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ. ടയറൊക്കെ ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മൾ പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ തൊട്ട് കമ്പനി സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ് എല്ലാ ഫീച്ചറും കാര്യങ്ങളും വരുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 570 ആണ് ആസ്ക് ചെയ്യുന്നത്. 570 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാം. 450, 475 വരെ ഇതിന് ലോൺ ചെയ്യാൻ പറ്റും. 475 വരെ ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് കുറച്ചൊരു സ്വിഫ്റ്റ് നോക്കാം അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. കണ്ണൂർ കാലത്തേട്ടിന് തന്നെയാണ്. 2015 മോഡലാണ്. ഇത് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,10,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. എന്നാൽ പോലും വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. ഓണർഷിപ്പ് കൂടിയതുകൊണ്ട് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. നമുക്ക് കുറച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ 450 ഇതിന് ആസ്ക് ചെയ്യുന്നുള്ളൂ. 450 ആസ്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. തേർഡ് ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ടയർ ഒരു 80-90% പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നല്ലൊരു തിരക്കേടില്ലാത്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് ഗ്യാപ്പുള്ള ഒരു സ്വിഫ്റ്റ് വേണ്ടവർക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ സ്വിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലീൻ വണ്ടി, പുത്തൻ പുതിയ വണ്ടി. ഇത് കണ്ട ഒരു 4 വർഷം പഴക്കമുള്ളതെന്ന് ഒരിക്കലും നമ്മൾ പറയില്ലല്ലേ. ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് കുറഞ്ഞ വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർ സിംഗിൾ ഓണറാണ്. ടയർ ഒരു ഫുൾ കട്ട ടയർ തന്നെ പറയല്ലേ? പുതിയ ടയറാണ്. ഓപ്ഷന് സ്പോർട്സ് പ്ലസ്. സ്പോർട്സ് പ്ലസ് ആയതുകൊണ്ട് തന്നെ അലോയ് വീല് തൊട്ട് കമ്പനി സ്റ്റീരിയോ വരെ വരുന്ന വാഹനമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ i20 ആണെങ്കിൽ കംഫർട്ട് നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ആസ്കിംഗ് പ്രൈസ് 7,10,000 രൂപ. 7,10,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ ചെയ്യാലോ. മാക്സിമം 6 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. അപ്പോൾ ഒരു 1-1.25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ടൊരു i20 സ്വന്തമാക്കാം അല്ലേ? അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാലറി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ ZXi വേരിയന്റിലുള്ള വണ്ടിയാണ്.
45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാം. എത്ര നമ്മൾ ചോദിക്കണേ? ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,95,000 രൂപ. 5,95,000 കൊടുക്കാം കേട്ടോ. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ വാഹനം. ഡീസൽ നല്ല കിടുക്കാച്ച് മൈലേജ് സെഡാൻ നല്ല ക്വാളിറ്റി വണ്ടി പരിചയപ്പെടല്ലേ. ഹോണ്ട അമേസിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2015 മോഡൽ വി വേരിയന്റ് ആണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡിലാണുള്ളത്. ടയർ ഒരു 80%, 90% ടയറും ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി വരാം കേട്ടോ. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. നമ്മൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക കമ്പനി സർവീസ് ആണ്. ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ ക്വാളിറ്റി അറിയോ. പക്ക ഇന്റീരിയർ ആണ് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് നമ്മൾ എത്രയാണ് അപ്പോൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 4,75,000 രൂപ. 4,75,000 കൊടുക്കുക. നല്ലൊരു സെഡാൻ വണ്ടി. മാക്സിമം ലോണും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു സെലേറിയോ പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാണല്ലേ? 2020 മോഡൽ 21 ഡെലിവറി ZXi വേരിയന്റ്. ZXi അതെ ഫുൾ ഓപ്ഷൻ. അപ്പോൾ എല്ലാ ഫീച്ചറും കാര്യങ്ങളും അലോയിൽ വരുന്നില്ല അല്ലേ? ഇല്ല, അലോയിൽ ZXiലും സെലറിക്ക് വരുന്നില്ല അല്ലേ? ഓക്കെ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. സീറ്റ് കവറും ചെയ്തിട്ടില്ല, എന്നാലും ആ സീറ്റൊക്കെ പക്കാ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിലും കൊടുക്കാൻ സാധിക്കും. പിന്നെ വലിയ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ബോഡി ഷേപ്പും ടയർ 80% ടയറും ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. മുതൽ എത്ര കൊടുക്കാം? 5 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യണത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണും കയറ്റി കൊടുക്കാം അല്ലേ? മാക്സിമം 4 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. അപ്പോൾ നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയൊരു വണ്ടിയാണ്. 2 വണ്ടി ഉണ്ട്. നമുക്കൊരു ഓമിനി പരിചയപ്പെടാം. അത് ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാനും പറ്റില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2016 മോഡലാണ്. കണ്ണൂർ വണ്ടി. സെക്കൻഡ് ഓണർ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ബോഡി ഷേപ്പൊക്കെ പക്ക ബോഡി ഷേപ്പാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? സംഭവങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2,10,000 രൂപ. 2,10,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. 1,50,000 വരെ ലോൺ ചെയ്യാം. 1,50,000 വരെ ലോണും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ വണ്ടിൻ്റെ ഒരു ഈക്കോ പരിചയപ്പെടാം. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡലാണ്. 7 സീറ്റർ നോൺ AC വെഹിക്കിളാണ്. നോൺ AC വാഹനമല്ലേ? അപ്പോൾ ചെറിയ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പറ്റിയ വാഹനമാണ് കേട്ടോ. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ക്രാഷ് ഗാർഡ് കയറൊക്കെ വരുന്നുണ്ട്. കാരിയറിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്ന സംഭവങ്ങളാണ്. ടയർ 80%, 90% ടയർ ഉണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 2,50,000 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോണും ചെയ്യാം അല്ലേ? നല്ലൊരു ക്രെറ്റ പരിചയപ്പെടാം. എല്ലാവരും ആവശ്യപ്പെടുന്ന വണ്ടി കേട്ടത്. ഇത് അത്യാവശ്യം പുതിയ വണ്ടി ഇറങ്ങിയതിനൊക്കെ ഇതിനപ്പോൾ ഡിമാൻഡ് തോന്നുന്നു അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് വരുന്ന വണ്ടി 2019 മോഡലാണ്. 1.4 S വേരിയന്റിലാണ് വരുന്നത്. 1.4 ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഓക്കെ, ഡീസലാണ്. അപ്പോൾ ഒരു 18 റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. വണ്ടി ഓപ്ഷൻ ഏതായിരുന്നു? S വേരിയന്റ്. അപ്പോൾ അലോയിൽ തൊട്ട് എല്ലാ ഫീച്ചറും വരുന്ന വണ്ടിയല്ലേ? 1.4 ഫുൾ ഓപ്ഷൻ ആണ്. 1.4 ഫുൾ ഓപ്ഷൻ. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ അല്ലേ? സിംഗിൾ ആണ്. കിലോമീറ്റർ ഒരു 79,000 കിലോമീറ്റർ ഓടി. ഡീസൽ വണ്ടി കേട്ടോ. ഓക്കെ, ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ 1.4 വരുന്ന വണ്ടിയാണ് കേട്ടോ. തരക്കേടില്ലാത്ത ഇന്റീരിയറാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? പ്രൈസ് 10,60,000 രൂപയാണ്. 10,65 കൊടുക്കാം. ഇത് ലോൺ ചെയ്തോടെ മാക്സിമം? 9 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 9 ലക്ഷം രൂപയുടെ ലോണും ചെയ്യാൻ പറ്റിയ വാഹനമാണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഡീസൽ അത്യാവശ്യം മൈലേജും കിട്ടൂലേ? ഇത് സിംഗിൾ ഓണർ വണ്ടിയില്ലേ? സിംഗിൾ അല്ല കേട്ടോ, സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. സെക്കൻഡ് ഓണറാണ്. ഓക്കെ, എന്നാലും എന്താ കുഴപ്പം? വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് കിടക്കുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് വണ്ടി, അതും ഡീസലിൽ നല്ല മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് കേട്ടോ. അതും ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണല്ലേ? ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2018 മോഡലാണ്. ZDI പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പ്ലസ്സിൽ ഓട്ടോമാറ്റിക്. അപ്പോൾ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ? ബട്ടൺ സ്റ്റാർട്ട് വരും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്നുണ്ടോ? ക്രൂയിസ് കൺട്രോൾ പിന്നെ കീലെസ് എൻട്രി എല്ലാം വരുന്ന ഡുവൽ ടൂൺ വാഹനം. അലോയ് വീലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ലോ കിലോമീറ്റർ ഓടിയതല്ലേ? സിംഗിൾ ഓണർ അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻറ്റെയിൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്രയാണ് അപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് ഓട്ടോമാറ്റിക് വണ്ടിക്ക്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9,50,000 രൂപയാണ്. 9,50,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ഓപ്ഷൻ. അതിൽ മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കുമോ? മാക്സിമം ലോൺ ചെയ്യാം.
മാക്സിമം ലോണും ചെയ്യാൻ സാധിക്കുന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു ഓട്ടോമാറ്റിക് വണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. അടിപൊളി വാഹനമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.